ലെസൺ 17 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാഗ്നറ്റുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കാന്തങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ ഏതാ? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതെന്തായിരിക്കും? മാഗ്നറ്റും ഇലക്ട്രിക് കറണ്ടും നമ്മൾ എന്തായിരിക്കും ഒരു കണക്ഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ? അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്, ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിയിലാണ് ഒരു 90% മെഷീൻസും വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഇവൻ നമ്മുടെ വീട്ടിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇലക്ട്രിസിറ്റി വേണം, അല്ലേ? ഫാനില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫോർ ടുഡേയ്സ് ലൈഫ് ബിക്കോസ് we need to function all machines. Then ഇപ്പോൾ എയ്റോപ്ലെയിൻ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി വേണം. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രിസിറ്റി. ഇപ്പം റെഫ്രിജറേറ്റർ, ഫാന്, ബൾബ്, അതായത് KCBന്ന് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എത്തുന്നുണ്ട്. ഓക്കെ, സോ there is when electricity pass, there is an opposite and continuous change of magnetic field is produced through the electric current. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് മാഗ്നറ്റിക് ഫീൽഡും കൂടി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ഹൗ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം കണക്റ്റഡ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം മാഗ്നറ്റുകളെ പറ്റി പഠിക്കാം. മാഗ്നറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ടെലിവിഷൻ, റേഡിയോ, അതേപോലെ നമ്മുടെ ഡോറുകൾ, സ്വിച്ചുകൾ, ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റി മാഗ്നറ്റ് യൂസ് ചെയ്യുന്നില്ലേ? ദ യൂസ് ഓഫ് മാഗ്നറ്റ് വെർ ഡിസ്കവേർഡ് ബൈ ഏൻഷ്യന്റ് ഗ്രീക്ക് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ. ഗ്രീക്ക് സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ മാഗ്നറ്റുകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റുകളെ പറ്റി പഠിച്ചത്. എൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു ആട്ടിടയൻ ഒരുപാട് ആടുകളെയും കൊണ്ട് ഒരു ദിവസം ഇതുപോലെ പോയപ്പോൾ ആടുകളെ ഓടിക്കാനായിട്ട് ഒരു വടിയിൽ ഇങ്ങനെ തട്ടി. പക്ഷേ അതൊരു ഇരുമ്പ് വടിയായിരുന്നു. അതുകൊണ്ട് ആ തട്ടിയ പ്രതലവുമായിട്ട് ഈ ഇരുമ്പ് വടി ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത്. ഇതൊരു കഥയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് മാഗ്നറ്റുകളുണ്ട് എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുന്നത്. സോ ഈ പറയുന്ന this is the property of attraction of small particles of iron towards the iodostone is called as magnetism. കൂടുതലും ലോഹമുള്ള അല്ലെങ്കിൽ അയൺ, ഇരുമ്പ് വസ്തുക്കൾക്ക് മാഗ്നറ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. സോ ഈ മാഗ്നറ്റിക് സ്റ്റോൺസ് ഒക്കെ നാച്ചുറലി ഒക്കറിങ് ആണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ സെമി കണ്ടക്ടർ പർപ്പസിൽ, ഇൻഡസ്ട്രീസിലൊക്കെ ആവശ്യമുണ്ട്. ആൻഡ് there is a strong magnet made of iron, nickel and lead. They are made up of artificial ആയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയണും നിക്കലും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ആൻഡ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. ആൻഡ് ദോസ് മാഗ്നറ്റ്സ് ആർ ഓൾസോ കോൾഡ് പെർമനന്റ് മാഗ്നറ്റ്. കാരണം അവരുടെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതേപോലെ തന്നെ കുറേ സമയത്തേക്ക് നിൽക്കും. ദീസ് ആർ കോൾഡ് പെർമനന്റ് മാഗ്നറ്റ്. സോ എ മാഗ്നറ്റ് ഈസ് എ മെറ്റീരിയൽ ഓർ ഒബ്ജെക്ട് ദാറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോഴ്സ് ഓഫ് ദാറ്റ് പുൾ ഓർ അട്രാക്ട് ദ മെറ്റീരിയൽ. ഏതൊരു മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് അതുമായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ പിരിക്കാൻ പറ്റാത്ത രീതിയിലൊരു ബലം ഉണ്ടായിരിക്കും. നിങ്ങളൊരു മാഗ്നറ്റും ഒരു സേഫ്റ്റി പിന്നും എടുത്ത് അടുപ്പിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകും. മീൻസ് അടുപ്പിച്ച് വെച്ച് അറ്റത്തെത്തുമ്പോഴേ തന്നെ അത് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളത് മാറ്റുമ്പോൾ അത് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ കുറയും, അല്ലെങ്കിൽ അത് കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് മാഗ്നറ്റുകളെ പറ്റി പഠിക്കാം. സോ these strong magnets can be made various shape that create their own persistent magnetic field. പല ടൈപ്പ് ഉണ്ട് മാഗ്നറ്റുകൾ. അതിനൊരു എക്സാമ്പിൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പല ഷേപ്പിൽ. ബാർ മാഗ്നറ്റ്, അതേപോലെ ഹോഴ്സ് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ, റെക്ടാങ്കുലർ, സർക്കുലർ മാഗ്നറ്റ്. ഇതൊക്കെ ഓരോരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്.
ഓക്കെ, അതേപോലെ നിങ്ങൾ റേഡിയോയോ ടെലിവിഷനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഈവൻ വാച്ചിൻ്റെ അകത്തുള്ള നമ്മുടെ റിസ്റ്റ് വാച്ചിൽ പോലും മാഗ്നറ്റുകളുണ്ട്. ഈ മാഗ്നറ്റുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില ഉപയോഗങ്ങളുമുണ്ട്. ചെറുതായിട്ടും വലിയ മാഗ്നറ്റുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ദീസ് മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് വേരിയസ് അപ്ലയൻസസ് ഐദർ ഹോൾഡ് ഓർ സെപ്പറേറ്റ് ടു കൺട്രോൾ, എലിവേറ്റ്, ലിഫ്റ്റ് എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെയും മാഗ്നറ്റിസം ഉപയോഗിക്കുന്നുണ്ട്. ഡോറിൽ, ബെല്ല് ഒക്കെ മാഗ്നറ്റിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈക്രോഫോണിലൊക്കെ. സോ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീലി അവൈലബിൾ ആണ് നമുക്ക്. വൺസ് അഗൈൻ, ഈ മാഗ്നറ്റ് നമ്മുടെ നോർത്ത് സൗത്ത് പോൾ, അതായത് പണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പസ് നമുക്കുണ്ടാവുമല്ലോ. സോ അതിൻ്റെ അകത്തും ഈ മാഗ്നറ്റിസം, എർത്തിനും ഉണ്ട് ഒരു മാഗ്നറ്റിസം. സോ അതേപോലെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നോർത്തും സൗത്തും പോള് നമുക്ക് അറിയാൻ പറ്റിക്കൊണ്ടിരുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും. ഓക്കെ, അങ്ങനെയാണ് നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റ് എടുക്കുമ്പോൾ ആക്ച്വലി ഈ മാഗ്നറ്റിന് ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. സോ ഇവിടെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും മാഗ്നറ്റിൻ്റെ ഫോഴ്സ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് അയൺ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. ഞാൻ പറഞ്ഞു, ഇരുമ്പ് ലോഹ കമ്പികൾ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് മാഗ്നറ്റിനുണ്ട്. ആൻഡ് ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് റെസ്റ്റ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് ഡയറക്ഷൻ എപ്പോഴും കാണിക്കാറുണ്ട്. ആൻഡ് പോൾസ് റിപ്പൽ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട്. നോർത്തും സൗത്തും പോള്. ഓക്കെ, ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്. ഇതിൻ്റെ നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഇവിടെ ഞാനൊരു സൗത്ത് പോളിലേക്ക് വേറൊരു സൗത്ത് പോള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യത്തില്ല. അതേസമയം ഓപ്പോസിറ്റ് പോള്, നോർത്ത് പോളാണ് സൗത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, സെയിം പോൾസ് റിപ്പൽ, ഓപ്പോസിറ്റ് പോൾസ് ആർ അട്രാക്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. If iron pieces are brought near the strong magnet, they also start behaving as magnet. ഒരു വലിയ മാഗ്നറ്റിന് മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളൊരു ചെറിയൊരു പാർട്ട് പൊട്ടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് ആ മാഗ്നറ്റിസം ഉണ്ടായിരിക്കും. സോ അതിന് ആ പുതിയതായിട്ട് പൊട്ടിച്ചെടുത്തതിന് സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ മാഗ്നറ്റിനും സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടായിരിക്കും. അതിനൊരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതേപോലെയാണ് ഇവരുടെ കാന്തിക വലയങ്ങൾ ഉണ്ടാകുന്നത്. നോർത്ത് ടു സൗത്ത് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും, ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഫീൽഡ് നോക്കിക്കേ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ ഒരു ഹോഴ്ഷു മാഗ്നറ്റിൻ്റെ നോക്കിക്കേ, നോർത്ത് ടു സൗത്ത് ഈ രീതിയിലായിരിക്കും ഇവരുടെ മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവർക്ക് നോർത്ത് സൗത്ത് പോൾ ഇവരെപ്പോഴും കീപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം. ഓക്കെ, അവരുടെ ആ മാഗ്നറ്റിക് ലൈൻസ് അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ പോൾസിൻ്റെ അഗ്രഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഫീൽഡ് തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നില്ല, പകരം പാരലലായിട്ട് നോർമലായിട്ട് തന്നെയാണ് ഈ ലൈൻസ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ പാത, ഓക്കെ, ആ ഒരു വേ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാണെന്ന്? സോ ഫസ്റ്റ് വൺ, മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്ട് ചെയ്യും. എന്തിനെ അട്രാക്ട് ചെയ്യും? എങ്ങനെയുള്ളതിനെ അട്രാക്ട് ചെയ്യും? കൂടുതലും മെറ്റൽസിനായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയൺ എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. ഓക്കെ, അട്രാക്ട് അയൺ ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ആൻഡ് ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. ദെൻ തേർഡ് വൺ, ദ പോൾസ്. നിങ്ങൾ ഒരു മാഗ്നറ്റ് എടുത്തിട്ട്, ഇത് നമ്മുടെ മാഗ്നറ്റാണ്. ഓക്കെ, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. സോ ഇവിടെ നിങ്ങൾ
രണ്ട് ബാർ മാഗ്നറ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുക. ഈ രണ്ട് ബാർ മാഗ്നറ്റും എടുത്തു വെച്ചിട്ട് ഈ രണ്ട് ഒരേപോലെയുള്ള രണ്ട് ഡയറക്ഷനാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇതൊരു കാരണവശാലും അട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ, സെയിം പോൾസ് അട്രാക്റ്റ് ചെയ്യില്ല. അതേസമയം ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ മാത്രമേ അവർ അട്രാക്ട് ചെയ്യുള്ളൂ. സി ദാ ഇതേപോലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ലൈക്ക് പോൾസ് റിപ്പൽ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഒരേപോലെയുള്ള പോൾസ് ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും, ഡിഫറെൻറ്റ് പോൾസ് ആണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് അയൺ പീസസ് ആർ ബ്രോട്ട് നിയർ സ്ട്രോങ് മാഗ്നറ്റ് ദേ ആർ ഓൾസോ സ്റ്റാർട്ട് ബിഹേവിങ് ആസ് മാഗ്നറ്റ്. ഓക്കെ, വേറൊരു കാര്യം, ഓക്കെ, ദ പോൾസ് ഓഫ് മാഗ്നറ്റ് കൻ നോട്ട് ബി സെപ്പറേറ്റഡ്. ഇതെന്താണെന്ന് പറയാം. സി, ഞാനിവിടെ ഒരു മാഗ്നറ്റ് ഞാൻ എടുത്തു. ഓക്കെ, നോർത്ത് സൗത്ത് പോൾ ഞാൻ മാർക്ക് ചെയ്തു. സോ ഈ മാഗ്നറ്റിനെ ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടുമല്ലോ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണം നോർത്തും ഒരെണ്ണം സൗത്തും ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതിനും നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടായിരിക്കും. സോ ഞാൻ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഓരോ മാഗ്നറ്റും. അപ്പോൾ ഓരോ മാഗ്നറ്റിനും ഒരു മാഗ്നറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പോളായിട്ട് നമുക്ക് കിട്ടില്ല. വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നോർത്ത് സൗത്ത് പോൾസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് നമ്മളൊരു ഒരു അയൺ റോഡ് ഞാനിവിടെ വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അയണിൻ്റെ ഒരു സബ്സ്റ്റൻസ് ഒരു മെറ്റീരിയൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിൻ്റെ സ്വഭാവം ഈ അയണിനും കിട്ടും, അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ച പ്രകാരം മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ ഒരു തരത്തിലുള്ള ഇൻ്റർസെപ്ഷനും ഉണ്ടാവില്ല. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് ഞാനൊരു മെറ്റൽ ഒരു അയൺ റോഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പതുക്കെ അട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഓക്കെ, സി, ഞാൻ ഇതൊരു മാഗ്നറ്റാണ്. ഓക്കെ, ഈ മാഗ്നറ്റിൻ്റെ അടുത്ത് ഞാനിവിടെ ഒരു അയൺ റോഡ് വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു സെഫ്റ്റി പിന്നോ ഒരു ആണിയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് ആക്ച്വലി ഈ മാഗ്നറ്റിൻ്റെ അട്രാക്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ, അതായത് ഞാൻ ഇത് അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതാ ഇവിടം വരെ എത്തിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ അട്രാക്റ്റ് ചെയ്യും. പകരം ഞാൻ ഇവിടം വരെ ഇതിനെ കൊണ്ടുപോകുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടം വരെ ഞാൻ ഈ അയൺ റോഡിനെ കൊണ്ടുപോകാണ്. പതുക്കെ ഈ അയൺ റോഡ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങളൊരു മാഗ്നറ്റ് എടുത്ത് പിടിക്കുക. ഓക്കെ, ഒരു മാഗ്നറ്റ് എടുത്ത് പിടിക്കുക. താഴെയായിട്ട് സർഫസിൽ ഒരു അയൺ റോഡ് അല്ലെങ്കിൽ ഒരു ആണി കൊണ്ട് വയ്ക്കുക. ഇത് പതുക്കെ ഈ മാഗ്നറ്റ് ഈ അയൺ റോഡിലേക്ക് അടുപ്പിക്കുന്നതിനനുസരിച്ച് ഈ അയൺ റോഡിനൊരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ആണി, ഇതൊരു സേഫ്റ്റി പിന്നാന്ന് വിചാരിക്കുക, ഈ സേഫ്റ്റി പിൻ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ മാഗ്നറ്റിന് ഈ സേഫ്റ്റി പിന്നിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുണ്ടായിരുന്ന ആ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി. ആക്ച്വലി ആ ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്, ടോർക്ക്. ഓക്കെ, സോ a force act on the magnetic needle that make rest in a particular direction only, and this force is torque. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റലിനെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു ഫോഴ്സിനെ പറയുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, സോ ആ ഒരു സ്പെസിഫിക് ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ ആ മാഗ്നറ്റ് എടുത്ത് ഈ സേഫ്റ്റി പിന്നുമായിട്ട് അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് ഈ സേഫ്റ്റി പിന്നിന് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്ന ആ മെറ്റൽ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണോ?
പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഒരുപാടൊന്നും വലുത് വേണമെന്നില്ല, ഒരു ചെറിയൊരു മാഗ്നറ്റാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി ഈ മാഗ്നറ്റിക് ലൈൻസ് നമ്മൾ കണ്ടല്ലോ, ഒരു കേർഡ് പാത്താണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, കേർഡ് പാത്തായിരിക്കും. ഈ കേർഡ് പാത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ മാഗ്നറ്റ്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് മെറ്റലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചാലും ഈ മാഗ്നറ്റ്സ് അതിനെ അട്രാക്ട് ചെയ്യും. അത് പോൾസിലാണെങ്കിൽ ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഈ മാഗ്നറ്റിക് ലൈൻസിനും ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബാർ മാഗ്നറ്റിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. സോ ഇത് വളരെ അടുത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്കും ഈ പിന്നുകളെല്ലാം ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നു. അതേസമയം കുറച്ച് അകലത്തിൽ വെക്കുമ്പോൾ ഈ ഇരിക്കുന്ന മാഗ്നറ്റുകളെയൊക്കെ ഇതിൻ്റെ പവർ വെച്ചിട്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു സെഫ്റ്റി പിന്നെ ഒരു മാഗ്നറ്റ്, ഇത്രയും മതിയാവും. ഓക്കെ, സോ ഈ രീതിയിലായിരിക്കും ഇത് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ഈ മാഗ്നറ്റിക് ലൈൻസിൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് ടു സൗത്ത് പോൾ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ആൻഡ് ദീസ് ലൈൻസ് ഫോഴ്സസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ പഠിച്ചു. അപ്പം 2 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് തേർഡ് വൺ, നിയർ ദ പോൾസ് മാഗ്നറ്റിക് ലൈൻസ് ആർ വെരി നിയർ ഈച്ച് അതർ. ഞാൻ പറഞ്ഞല്ലോ, ഈ പോൾസിലേക്ക് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഈ പോൾസിൽ വളരെ കൂടുതലായിരിക്കും. ആൻഡ് വിച്ച് ഷോസ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോൾ ഈസ് സ്ട്രോങ്ങർ. At the poles, the magnetic field is stronger than compared to other parts. മനസ്സിലായോ? ക്ലിയർ ആണോ? ഞാൻ ഇവിടെ കൊണ്ട് ഒരു അയൺ റോഡ് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ കൊണ്ട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും ഈ പോൾസിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ. ഓക്കെ, അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് പഠിക്കാം. നിങ്ങൾക്കറിയാമോ നമ്മുടെ എർത്ത് ഒരു മാഗ്നറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെന്ന്? അറിയാമോ? സി, അവർ എർത്ത് ഈസ് ഓൾസോ considered as a giant magnet because the south magnetic pole somewhere in the Arctic and the north magnetic pole at the Antarctic. ഏറ്റവും മേളിൽ ഈ രീതിയിലാണ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നമ്മുടെ എർത്തിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളൊന്ന് നോക്കിക്കേ, നോർത്ത് ടു സൗത്ത്. അത് മാത്രമല്ല നമുക്കറിയാം, എർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എർത്തിൻ്റെ ഉള്ളിൽ ഒരു കോർ ഭാഗങ്ങളിൽ ലിക്വിഡായിട്ട് ഉള്ള ഭാഗങ്ങളുണ്ട്, അതിന് പുറത്തായിട്ട് സോളിഡ് ഫോംസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. സോ ഇതെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം അയൺ മിക്സ് ആയിട്ടുള്ള ലിക്വിഡും സോളിഡും ആണ് നമ്മുടെ എർത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എർത്തിനൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ എർത്ത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ എർത്തിന് ചുറ്റുമുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ദ എർത്ത് ഹാസ് എ നോർത്ത് സൗത്ത് മാഗ്നറ്റിക് പോൾ ആൻഡ് ദിസ് പോൾസ് ആർ നോട്ട് സെയിം ആസ് ദ ജിയോഗ്രഫിക് മാപ്പ്. ഓക്കെ, സോ നമ്മുടെ മാപ്പ് അനുസരിച്ചുള്ള ഒരു ഡയറക്ഷൻ അല്ല ആക്ച്വലി നോർത്ത് സൗത്തും. ഏകദേശം നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട് ഒരു പിക്ചർ. അതായത് ഈ പറയുന്ന നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇങ്ങനെ കാണിക്കുന്നതിൽ അത് എക്സാക്ട്ലി അതേ ചരിവല്ല, ഒരു 11.3 ഡിഗ്രി ഒരു ടിൽട്ട്, ആ ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ടിൽട്ട് അനുസരിച്ചാണ് ഇറ്റ്സ് നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ കണക്കാക്കുന്നത്. അതായത് നേരെയല്ല ഇരിക്കുന്നത്, പകരം ഒരു ചരിവുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഡ്യൂ ടു ദിസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സസ്പെൻഡഡ് ഫ്രീലി ആൻഡ് ഇറ്റ്സ് റെസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദെൻ ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ നാവിഗേഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ ഒരു കാട്ടിലാണെങ്കിലും നമുക്ക് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കോമ്പസ്, വടക്ക് നോക്കിയ യന്ത്രം. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നോർത്ത് സൗത്തും മനസ്സിലാക്കാൻ പറ്റും. കാരണം എപ്പോഴും
കോമ്പസ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യൂ. ഓക്കെ, അതുകൊണ്ടാണ് നാവിഗേഷൻ നമുക്ക് ഈ കോമ്പസ് ഹെൽപ്പ് ചെയ്യുന്നതിനൊരു കാരണം. മാത്രമല്ല എർത്ത് ഒരു ജൈൻറ്റ് മാഗ്നറ്റ് ആയിട്ടും കൂടിയാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, നോക്കി ഇവിടെ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അത് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു കുറേ തിയറീസ് പറയുന്നുണ്ട്, അത് സിമ്പിളായിട്ട് ഞാൻ പറയാം. സി, ഇത് ഒരു 2 ചെമ്പ് വയറുകളാണ്. ഓക്കെ, കോപ്പർ വയേഴ്സ്. ഓക്കെ, ഈ കോപ്പർ വയേഴ്സ് ഞാൻ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ബാറ്ററി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റുമായിട്ട് ഞാനിത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ 2 കമ്പി ചുരുളുകൾക്കിടയിൽ ഞാൻ വെച്ചിട്ടുള്ള മാഗ്നറ്റ് അല്ലെങ്കിൽ എൻ്റെ കോമ്പസ്, ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ ഒരു നീഡിൽ നിങ്ങളങ്ങനെ സങ്കല്പിക്കുക. ഓക്കെ, അതായത് ഒരു അയൺ റോഡ്. ഈ നീഡിൽ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ 2 കമ്പി ചുരുളുകൾക്കിടയിലിരിക്കുന്ന മാഗ്നറ്റ് ടിൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഇവർക്ക് മൂവ്മെൻ്റ് ഉണ്ടാകും. അതേസമയം ഇത് ഈ കറണ്ട് ഞാൻ ഓഫാക്കുമ്പോൾ അതേപോലെ തന്നെ ആ മൂവ്മെൻ്റ് അവിടെ കുറയ്ക്കും. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലാക്കുക. 2 കോപ്പർ വയർ, കാരണം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോപ്പർ വയർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്, വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ഈ നീഡിൽ, ഈ അയൺ നീഡിൽ ഇവിടെ മൂവ് ചെയ്യും. ഓക്കെ, അതിന് ചെറിയ ദിശാമാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതേസമയം ഞാനിത് തിരിച്ചാണ്, ഓക്കെ, ഇവിടെ അതേപോലെ ഞാൻ വൈദ്യുത പ്രവാഹം നിർത്തുമ്പോൾ ആ മൂവ്മെൻ്റ് അവിടെ നിൽക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ചാർജ് മൂലം ഇവിടെ ഒരു കാന്തിക വലയം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആൻഡ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുമ്പോൾ ദിസ് ഷോ ദാറ്റ് വെൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോൾ? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ദ കണ്ടക്ടർ. ആൻഡ് ഇഫ് ദ കറന്റ് ഈസ് ഇൻക്രീസ്ഡ് ദർ ഈസ് എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ. അതായത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ അയൺ റോഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് ഈ രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതേസമയം ഇലക്ട്രിസിറ്റി ഫ്ലോ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് കൂടും, ഡിഫ്ലക്ഷൻ കൂടും. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ നിശ്ചലമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ചേഞ്ച്ഡ് ദ എൻഡ് ഓഫ് ദ ബാറ്ററി, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിരിക്കുന്ന ഒരു ബാറ്ററിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ റിവേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾസോ റിവേഴ്സ്ഡ്. അതായത് സിംപ്ലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, ദ കറന്റ് ഫ്ലോ സ്റ്റോപ്ഡ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റ് നീഡിൽ ഓൾസോ ceases, stopping. Okay, so this principle of magnetic effect of electric current is used in many appliances like motor also. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട്, മാഗ്നറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹോം അപ്ലയൻസസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോ മാഗ്നറ്റ് അതെന്താണെന്ന് നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റ് which is produced by the flow of electric current. Okay, electromagnet is a type of magnet. Which magnet? Sorry, once again. Electromagnet is a type of magnet in which
ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഫോർ മേക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്, നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് ഓക്കെ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഗിവ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്. ഓക്കെ, ഫോർ മേക്കിംഗ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് you take a piece of paper and make in a cylindrical shape and make it several turns with copper wire at the copper wire over then one end to another. This is called a solenoid. This is a long thin loop of a wire. അതായത് ഞാനൊരു ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പേപ്പർ കഷ്ണം ഞാൻ എടുത്തു, അത് സിലിണ്ടറിക്കലായിട്ട് ഞാനതിനെ ഫോൾഡ് ചെയ്തു. സോ ഫോൾഡ് ചെയ്ത ശേഷം ഇതാണ് പേപ്പർ പീസ്. ഓക്കെ, ഞാനിനി ഒരു കോപ്പർ വയർ എടുക്കുകയാണ്, കോപ്പർ വയർ. ഓക്കെ, സോ ഈ കോപ്പർ വയർ വെച്ചിട്ട് ഞാനിതിനെ ഇതേപോലെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോളിനോയിഡ്. ഇതാ നോക്കിക്കേ, ഇങ്ങനെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ പേപ്പർ എടുത്തു, സോറി പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അയൺ റോഡൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോപ്പർ വയർ. ഈ കോപ്പർ വയർ പോസിറ്റീവും നെഗറ്റീവും എൻഡ് കൊണ്ട് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ഓക്കെ, ആൻഡ് when the end of copper wire is attached to the ends of battery, പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സ് തമ്മിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, സോറി പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ദ കോയിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ് ആസ് എ ബാർ മാഗ്നറ്റ്. അതായത് ഇവിടെ ഇതേപോലെ നമ്മൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്, അതിൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഫോർ ഇൻക്രീസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതൊരു പേപ്പറാണ്, പേപ്പറിൻ്റെ ചുറ്റും നമ്മൾ കോപ്പർ വയർ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ കോപ്പർ വയറിൻ്റെ എണ്ണം കൂടുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വ്യത്യാസം വരും. എണ്ണം കുറയുമ്പോൾ വ്യത്യാസം വരും, നിങ്ങൾ ഓർക്കണം. ഇനി രണ്ട്, ഫോർ ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാം നമുക്ക്? പുട്ട് അയൺ നെയിൽസ് ഇൻസൈഡ് ദ കോർ. ഇതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പേപ്പർ വെച്ചിട്ടാണ്, ഈ പേപ്പറിൻ്റെ അകത്തേക്ക് നമ്മളൊരു അയൺ കോർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ് മേ ബി സ്ട്രോങ് ആസ് വൺ മേ ഡിസൈർ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതായത് നമുക്ക് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്ന ഓരോരോ മെറ്റീരിയലും. Okay, clear? So, electromagnet is widely used in components in electric devices such as motor generator, electrical bells, MRI machines also. Okay ആണോ? MRI മെഷീനും നമ്മുടെ ജനറേറ്ററും ഒക്കെ തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന. ഈവൻ MRI ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കേട്ടറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇലക്ട്രിക് ബെല്ലിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. സോ ഇലക്ട്രിക് ബെല്ലിൻ്റെ വർക്കിംഗ് അതെങ്കിലും മിനിമം നമ്മളൊന്ന് പഠിച്ചു വെക്കണ്ടേ? ബിക്കോസ് നമ്മൾ ഇത്രയൊക്കെ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും ഇലക്ട്രിസിറ്റിയെ പറ്റിയും ഒക്കെ പഠിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളതല്ലേ, അല്ലേ? സോ ഇത് എക്സാമിനൊന്നും ആവശ്യമുള്ള ഒരു കാര്യമല്ല, നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു അവയർനെസ് ആയിട്ടും ഒരറിവായിട്ടും നിങ്ങൾ കാണുക. സി, നമ്മുടെ ഇലക്ട്രിക് ബെല്ല്, ഈ ഇലക്ട്രിക് ബെല്ല് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. സി, ഈ ഇലക്ട്രിക് ബെല്ലിന്
ദാ ഇത് ഇവിടെ നമ്മളൊരു അയൺ കോർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അയൺ കോറ്, അതേപോലെ ഒരു യു ഷേപ്പ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ്. ഓക്കെ, ഇത്രയും നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, യു ഷേപ്പ്ഡ് മാഗ്നറ്റ് ഉണ്ട്, സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. പിന്നെ കോപ്പർ വയർ വെച്ചിട്ട് നമ്മൾ ഇതൊരു സ്പ്രിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓക്കെ, സോ ഇവിടെ നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്യാണ്. അതായത് നമ്മൾ ഈ ബി എന്ന് പറയുന്നതാണ് കോയിലാണ് നമ്മൾ സ്വിച്ച്, നമ്മുടെ സ്വിച്ച്. സോ ഈ സ്വിച്ചിൽ നമ്മൾ അമർത്തുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ബാർ മാഗ്നറ്റ് ഇവിടെയുള്ള ആർമേച്ചറുമായിട്ട് അടുക്കും. ഓക്കെ, ഈ ആർമേച്ചറിനെ ഇതേപോലെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, ആർമേച്ചർ ഒരു ബെല്ല്, ഒരു ഹാമറുണ്ട് ഇവിടെ, ഹാമറുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെയാണ് ഗോങ് ഉള്ളത്. സോ ഇവിടെ നിങ്ങൾ ഓർക്കുക, ഞാൻ ഈ ബെല്ല് അമർത്തിപ്പിടിച്ചു. ഓക്കെ, സ്വിച്ച് ഞാൻ അമർത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഈ മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആർമേച്ചർ അട്രാക്ട് ചെയ്യുന്നു, ഇവരടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആർമേച്ചറുമായിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന ഹാമർ ഈ ഗോങ്ങിനെ വന്ന് അടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്വിച്ച് അമർത്തുമ്പോഴത്തേക്കും ഇതാ സംഭവിക്കുന്നത്. ഞാൻ സ്വിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്നെ ഈ ആർമേച്ചർ പുറകിലേക്ക് പോകും. ഓക്കെ, അതായത് ആർമേച്ചർ കണക്ട് ചെയ്തിട്ടുള്ള ഹാമർ പുറകിലേക്ക് പോകും, വീണ്ടും എല്ലാം പഴയപടിയാകും, ഇവരുടെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. ആ ഒരൊറ്റ തവണ അമർത്തുമ്പോഴാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. ഒന്നും കൂടെ പറയാം. സോ ബി എന്ന് പറയുന്ന നമ്പർ കോയിൽ. ഓക്കെ, ഇവിടെ ഞാൻ സ്വിച്ച് അമർത്തുമ്പോൾ ഇലക്ട്രിസിറ്റി വളരെ കുറഞ്ഞ സമയത്തേക്കാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇവിടെ ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റും അതേപോലെ അതിനെ കണക്ട് ചെയ്തൊരു ആർമേച്ചറും ഉണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റ് ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആർമേച്ചറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഹാമർ ഗോങ്ങിൽ വന്ന് തട്ടും. അങ്ങനെയാണ് ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ദെൻ സ്വിച്ച് അമർത്തി കൈയെടുക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം വീണ്ടും പഴയപടിയാകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രിക് ബെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് എന്താണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കണ്ടക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ പെട്ടെന്ന്? ഓക്കെ, സോ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രിസിറ്റി ഫ്ലോ വിച്ച് മീൻസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അത്രയേ ഉള്ളൂ. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അനുവദിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനെയും, ഫോർ എക്സാമ്പിൾ മെറ്റൽസ്, അലുമിനിയം, കോപ്പർ, അയൺ, ഇതെല്ലാം നല്ല മെറ്റൽസ് തന്നെയാണ്. ഇവരെല്ലാം കണ്ടക്ടേഴ്സുമാണ്. സോ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ കണ്ടക്ടേഴ്സ് പറഞ്ഞു. ഇനി നോൺ കണ്ടക്ടേഴ്സ് ആണെങ്കിലോ എക്സാമ്പിൾ പറയാൻ പറ്റുമോ?